അമ്മായി സത്യം പറഞ്ഞാണ്ടല്ലോ കുഴിപ്പളത്തുണ്ടല്ലോ രാവിലെ ഭയങ്കര രസാ. ഞാനും കുഴിപ്പളത്തമ്മയും രാവിലെ ചായ ഇടാൻ വേണ്ടി അടുക്കളയിൽ കയറുമല്ലോ. അപ്പൊ ഒരു ചർച്ച അവിടെ നടക്കും. രാവിലെ ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യും, എന്തൊക്കെ ഉണ്ടാക്കണം എന്ന്. ഇപ്പൊ ഞാൻ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ അമ്മ ഇഡലി ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ ഇഡലി ഉണ്ടാക്കുവാണെങ്കിൽ അമ്മ സാമ്പാർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ദോശ ആരരയ്ക്കും ആര് ചുടും, ഇങ്ങനത്തെ വലിയൊരു ചർച്ചയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ രാവിലെ ഒരു 8:30-9 മണിക്ക് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. നിച്ചേ അറിയാത്തോണ്ട് ചോദിക്കണാണ്. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമൊക്കെ ഉണ്ടോ? എന്താ അല്ല, നിനക്കൊന്നും ചെയ്യാൻ അറിഞ്ഞൂടല്ലോ, എല്ലാം അമ്മയല്ലേ ചെയ്യണത്. അമ്മയ്യേ വേണ്ട കേട്ടാ. പറ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നാണ് ആദ്യത്തെ ചർച്ച. മീൻകറി ആണെങ്കിൽ മീൻകറി, ചിക്കൻ കറി ആണെങ്കിൽ ചിക്കൻ കറി, മട്ടൻ കറി ആണെങ്കിൽ മട്ടൻ കറി, ആര് പോയി വാങ്ങും, ആര് പോയി കറി ഉണ്ടാക്കും, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ചർച്ച. ലഞ്ചും ഒരു മണി, മാക്സിമം 1 മണി, 1 മണിക്ക് മുന്നേ ലഞ്ചും റെഡിയാവും. എന്താണ് ഭയങ്കര വായുകോപാണല്ലോ. എന്താന്നറിയത്തില്ല, വായു ഇങ്ങനെ ഉരുണ്ട് കയറി വരുന്നു. അതെ പ്രായമായില്ലേ അതിന്റെ. ലച്ചു, നീ എന്റെ മെക്കിട്ട് കയറാതെ നീ എന്തോ പറഞ്ഞോണ്ടിരുന്നെന്ന് വെച്ചാ അത് പറ. എന്തോ പറഞ്ഞേ? 1 മണിയാവുമ്പോഴത്തേന് ഉച്ചക്കത്തേനുള്ളത് റെഡിയാകുമെന്ന്. അപ്പൊ രാത്രിയിലത്തേക്കിനുള്ളത് 7 മണിയാവുമ്പോഴത്തേന് റെഡിയാവോ? റെഡി ആവുമെങ്കിൽ എന്തായാലും പടവലത്തെ പോലൊന്നും അല്ല. അമ്മായി കേക്കണം. പടവലത്തെ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന സമയത്തെ അപ്പൂപ്പൻ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നത് ചിലപ്പോ ഒരു 1:30, 2 മണി, 3 മണി നേരത്തേക്ക് ആയിരിക്കും. ആ സമയത്തും പടവലത്തെ അടുക്കളയിൽ ഊണ് റെഡി ആയിട്ടുണ്ടാവൂല. ഇനിയിപ്പോ റെഡി ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ വല്ല കഞ്ഞിയോ പയറോ പപ്പടോ, ഇനിയിപ്പോ ഒന്നും അല്ലെങ്കിൽ ആ പാവത്തിന് വല്ല മുളകും ചതച്ചു കൊടുക്കും. അതെപ്പോഴാ അങ്ങനെ സംഭവിച്ചത്? ദേ, കെട്ടിച്ചു വിട്ടതാണെന്നും ഒരു കൊച്ചിന്റെ അമ്മയാണെന്നും ഞാൻ നോക്കത്തില്ല, അടിച്ചു പെരുത്തുകളയും കേട്ടാ. അമ്മ കനകം മിണ്ടാതെന്നോണം കേട്ടോ. ആ വിളി കണ്ട ഒരുമാതിരി ഫ്യൂഡൽ വിളി. എനിക്ക് ചെലച്ചൂടെ ചില നേരത്തെ വർത്താനം കേൾക്കുമ്പോ ഇങ്ങനെ പേര് തെരച്ചു കയറി വരും. നീ എന്തോ പറഞ്ഞേ? ഫ്യൂഡലോ? ഇങ്ങോട്ടോ. അത് ഞങ്ങളൊക്കെ പ്രായമുള്ളവരോട് വിനയത്തോടെ സംസാരിച്ചിട്ടുള്ളൂ. അതെ, എന്താണ് ഇവിടെ ഒരു വഴക്ക് ബഹളം? എന്താ കാര്യം? അല്ല, അമ്മയും ലച്ചു ഉള്ളടത്ത് എന്തായാലും ഒരു വാക്കേറ്റം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമല്ലേ. വാക്കേറ്റം മാത്രമല്ല, ഇനി ചിലപ്പോ കയ്യേറ്റം ഉണ്ടാവും. അമ്മ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവളൊന്നും പറയാൻ നിക്കണ്ട. നീ പറഞ്ഞ ഇവിടെ ഒരു അടി അടക്കും. நீங்க 2 பேரும் அங்க போங்க, நாங்க இங்கத்த வேலை எல்லாம் செய்யறோம், அதான் நல்லது. நாங்க இங்கத்த வேலை என்ன செய்ய போறீங்க? புட்டு நான் செய்வேன். സിദ്ധു വിളിച്ചോണ്ട് പോവാൻ നോക്കിയേ. ലച്ചോ വാ. വരത്തില്ല ലച്ചു അപ്പോ ലച്ചൂസേ മര്യാദയ്ക്ക് വരാൻ നോക്കി. ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന്. പിന്നെന്ത്? ലച്ചു நல்ல குழந்தை தானே, செல்லுமா. മനപ്പൂർവ്വം എറിഞ്ഞതല്ല, അത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോ അത് അറിയാതെ കൈതട്ടി അങ്ങനെ പോയതാ. നിന്റെ അടുത്തോട്ട് പാത്രം വന്ന് പറഞ്ഞായിരുന്നോ താഴെത്തട്ടി താഴെയിടാൻ? ഇല്ല. അമ്മമ്മക്ക് ഇപ്പൊ എന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? ഞങ്ങളുടെ മര്യാദ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നില്ല, പിന്നെ എന്തിനല്ലേ കൂടെ കയറി വന്നത്? അപ്പൊ ഞങ്ങൾ കയറി വന്നതാ പ്രശ്നം ഇപ്പം? ലച്ചു നീ ചെല്ല്. ആരെങ്കിലും പോവാ ഇവിടെ നല്ലേ ശരിയാവില്ല. എന്താ ഈ പാത്രം എങ്ങനെയാന്നോ ഇവിടെ ഇരുന്നേ അതുപോലെ എടുത്ത് വെച്ചിട്ട് പോയാ മതി. കണ്ടോ, എടുത്ത് വെച്ചിട്ട് പോയത് കണ്ടോ? എന്നോടുള്ള ദേഷ്യം തീർത്തതാ അത്. എന്റെ പൊന്നമ്മ, അമ്മ ഒന്നും മിണ്ടാതിരി, വെറുതെ അടി ഉണ്ടാക്കാതെ. എന്റെ അമ്മമ്മ ചില നേരത്തെ ഇവിടെ സ്വഭാവം കാണുമ്പോ ഉണ്ടല്ലോ. സിദ്ധുവേ, ഈ കാര്യം പറഞ്ഞ് വെറുതെ നീ അവളുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോവല്ലേ. ഗൗരി, നീ ഒന്നും മിണ്ടായിരുന്നേ. മോനും ചില സമയത്ത് തോന്നിയിട്ടില്ല അങ്ങനെ? പണ്ടൊരു ദിവസം ഇതുപോലെ പടവലത്ത് വന്നു, ഞങ്ങളെല്ലാരും കൂടെ അടുക്കളയിൽ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ഏതാണ്ട് ഞാൻ പറഞ്ഞതൊക്കെ പിടിച്ചില്ല. അവൾ അവിടെ കിടന്ന പാത്രം എല്ലാം കൂടെ വാരി നിലത്തോട്ട് അടിച്ചിട്ട് ഒറ്റ പോക്ക്. എന്തൊരു ദേഷ്യമെന്നറിയാവോ ചില നേരത്ത്. அது அம்மா சொன்னது ரொம்ப கரெக்ட் தான்மா. சில டைம்ல லெச்சுக்கு கோவம் வந்தா
ഇരിക്കുവായിരുന്നോ? அம்மா எல்லா தேங்காயும் காஞ்சிருக்கம்மா, இவ்வளவுதான் நல்லதா இருக்கு. അത് കുഴപ്പമില്ല, നാളെ പടവലത്ത് പോയി കുറെ വെട്ടിക്കൊണ്ട് വരാം. என்னம்மா அப்படி இப்படி பாக்குறீங்க, என்னாச்சு? ഞാനേ അടുക്കളയിലോട്ട് വന്നപ്പോഴേ നെച്ചോടെ നിൽക്കുന്നു. എന്നെ കണ്ടപ്പോഴേ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പിന്നെ എന്തൊക്കെ എടുക്കുന്നു വെക്കുന്നു. ഞാൻ നോക്കിയപ്പോ നീയും അവിടെ ഇല്ല. ഞാനിങ്ങ് പോരുന്നു. அம்மா இன்னைக்கு முழுசா அவளுக்கு கோவமா இருக்கும். அது வேற, நான் அவளை பத்தி சொல்லிட்டு இருக்கும்போது கரெக்டா வந்து நின்றா. என்னோட உசிரே போச்சம்மா. ഇവിടെ വന്നിരുന്ന അവളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണം. നീ അടുക്കളയിലുണ്ടോ? ഞാൻ അങ്ങോട്ട് വന്നപ്പോ അവൾ അങ്ങോട്ട് പോയി. അയ്യോ, ഞാനിനി ഒന്നും മിണ്ടാൻ പോകത്തില്ല. ഇനി എന്തോ മിണ്ടാനാ, പറയാനുള്ളെല്ലാം പറഞ്ഞല്ലോ. ഓ, ഒരാളിന്റെ കഴിഞ്ഞു, ഇനി അടുത്ത ആള് വന്നോ? എന്റെ പൊന്നമ്മ, എനിക്ക് അമ്മയുടെ തടി ഉണ്ടാക്കാനൊന്നും വയ്യ. അമ്മ അവക്ക് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയണമെന്നേ ഉള്ളൂ. പാവമാണ്, അവക്ക് എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണമ്മ. கௌரி, நீ சொன்ன மாதிரி தான், அம்மாவும் அப்படியே தானே. கோவம் வந்துன்னா அவ்வளோ கோவம், பாசம்னா அவ்வளோக்கா பாசம். அவங்க பேத்தி தானே, அப்படிதான் இருப்பா. പേത്തിയൊക്കെ തന്നെ. ചില നേരത്തെ അവിടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾ രണ്ടുപേരുടെ ആജന്മ ശത്രുക്കളാന്ന് തോന്നിപ്പോവും. അമ്മ ഏട്ടിന് ഓരോന്നും പറഞ്ഞ് അടി ഉണ്ടാക്കാൻ പോവല്ലേ. അപ്പൊ ഞാനാണോ അടി ഉണ്ടാക്കാൻ പോന്നേ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഓ, അന്തം വിട്ടുള്ള ഉത്തരവാ കേട്ടോ. അമ്മുമ്മ ഓ, മുട്ടം വിഷയവാ. എന്താ? അവിടെ ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണു. എന്നിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ പൊക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കാണിക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ അവളുടെ ദേഷ്യം കാണിക്കുക. പക്ഷെ എന്ത് ചെയ്തിട്ടാ നേരത്തിൽ എന്റെ അടുത്ത് ദേഷ്യം കാണിക്കണേ? ഞാൻ ഈ വിഷയത്തിലില്ലേ. നമ്മളൊന്നിനുമില്ലല്ലോ, എല്ലാത്തിലും കൂടെ നിൽക്കുകയും ചെയ്യും, തക്കം വരുമ്പോ കാലും ആരുകയും ചെയ്യും. എന്റെ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ഒരു 100 തവണ പറഞ്ഞ് എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ, എന്റെ അടുത്തൊന്നും സംസാരിക്കാൻ വരല്ലേ. ഞാൻ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒന്നും വായി കയറി ഇറങ്ങാൻ പറ്റത്തില്ല. അല്ല അമ്മ, എന്നാൽ ഒരു കാരണവുമില്ലാതെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എനിക്ക് മനസ്സിലാവാത്തെ. அது அப்படிதான் சித்து. ஒரு வாட்டி அவ ஏதோ சொன்னப்போ நான் தெரியாதனமா சிரிச்சேன். அதுக்கு அவ என்ன இப்படி முறைச்சு பார்த்தா. എന്നിട്ട് ஒரே ஒரு கேள்வி, நாளைக்கே மதுரைக்கு போனோமான்னு. അങ്ങനെ പറഞ്ഞോ അവള്? അമ്മുമ്മ, അവൾ അങ്ങനെ പറയും. ഇതുപോലൊരു ദിവസമേ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതിനിടയ്ക്ക് അവൾ എന്റെ അടുത്ത് പറയുവാ കുഴിപ്പുളത്തേക്ക് ഇറങ്ങി പോടാന്ന്. ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഇത് എന്തു ചെയ്യൂ? എന്തൊരു സ്വഭാവമായത്. அம்மா, നമ്മൾക്ക് നാളേക്കേ പടവലത്തില് പോலாம். തേങ്ങ എല്ലാം എടുത്തിട്ട് വരலாம். നാളെ പോവാ. അമ്മുമ്മ, പടവലത്ത് പോകുമ്പോഴേ ഞാനും വരാം. മുമ്പാ നമുക്കൊരു കൂട്ടാവുമല്ലോ. സിത്തു, ഉനക്ക് തെന്നെ മരത്തിൽ ഏറെ തെരിയുമാ? പിന്നെ സൂപ്പറായിട്ട് തെങ്ങിയെ കയറും. ഗൾഫിൽ ഇവന് പനയെ കയറലായിരുന്നല്ലോ പണി. അമ്മ എന്താ ഇവിടെ വെക്കണേ? അല്ല, നീ അങ്ങോട്ട് പോയപ്പോ ഞാൻ അവിടെ വെറുതെ നിന്നപ്പോ ഇങ്ങോട്ട് വന്നു. എന്തുവാ മോനെ, നാളെ പടവലത്ത് പോകുമ്പോഴേ നമുക്കൊരു വണ്ടി വിളിച്ചങ്ങ് പോകാം. കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട്. അക്കൂട്ടത്തിലേ കുറച്ച് വിറവും കൂടെ എടുത്തോണ്ട് പോരാം. കറിയാന്റിയെ, ആന്റി എന്താ കറങ്ങി ഇവിടെ തന്നെ നിക്കണേ? അടുക്കളയിൽ കഴിക്കൊന്നും ഉണ്ടാക്കുന്നില്ല? കനകാന്റെ അടുക്കളയിൽ കഴിക്കാൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ ഭക്ഷണം ഉണ്ടാവത്തുള്ളൂ. എന്നാ സാറ് പോയി ഉണ്ടാക്ക്. എന്തേ കണ്ണൊക്കെ തള്ളി പുറത്തു വന്നല്ല? അമ്മായി, നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. വാ, ഞാൻ അമ്മായിനെ ഹെൽപ്പ് ചെയ്യാം. അമ്മായി വാ, ഇവിടെ വാന്. അയ്യോ, എല്ലാം കൊട്ടത്തേങ്ങയാ, ഒന്നുമില്ല നല്ലത്. കനകാന്റിയെ, സുഖല്ലേ? അതവിടെ ഇട്ടിട്ട് പോ. എന്താ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ ചെയ്തു. ഹോ, അമ്മായി, ഓ, പച്ചക്കറി ഞാൻ അരിഞ്ഞോളാം. ശരിക്കും ആ, ലച്ചു പറഞ്ഞതിന്റെ പേരിലാണ്. അല്ലല്ല, ഇന്നൊരു ചേഞ്ച്. സിത്തു, ഇതെല്ലാം ഞാൻ ചെയ്യറേപ്പാ. ആന്റി, ഇത് ഞാൻ ചെയ്തോളാം. ദുബായിൽ ഞാൻ കുക്ക് ചെയ്യുന്നതല്ലേ, പച്ചക്കറിയൊക്കെ അറിയാൻ എനിക്ക് അറിയാലോ. അല്ല, അമ്മയോടെ അവിടെ നിർത്തിയിട്ടിങ് വന്നോ? എന്റെ പൊന്നെ, ഇപ്പൊ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞു കാണും. அதுக்கு நல்ல வாய்ப்பு இருக்கு கௌரி. എന്താണെങ്കിലും ഇന്ന് ഞാൻ ലെറ്റൂസിന്റെ അടുത്ത് ഒന്നും മിണ്ടാൻ പോകുന്നു. ഒന്നും മിണ്ടിക്കഴിഞ്ഞാൽ ശരിയാവും. അത് നല്ലത്. നമ്മള് നമ്മുടെ കാര്യം നോക്കാം. നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? ആരെ കാര്യത്തിൽ ഇടപെട്ടെന്ന്? ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോവണ്ട. അതൊക്കെ ശരി. ലച്ചോടെ
ലച്ചു അവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നു, തിരിച്ച് അങ്ങോട്ട് അതേ സ്പീഡിൽ പോകുന്നുണ്ട്. അമ്മ അവിടെ അടുത്ത് ഉടക്കിയ? ഓ, ഞാനാണല്ലോ ഉടക്കാൻ നിൽക്കുന്നത്. അമ്മയാണല്ലോ സാധാരണ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഉടക്കണത്. ഓ, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാനുള്ളൂ, നിങ്ങൾ ആരും പറയുന്നൊന്നും കേൾക്കാനില്ല. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് അമ്മയാണ് എല്ലാ കാര്യം തുടങ്ങണത്. ഞാൻ എന്താ തുടങ്ങി ഗൗരി? രണ്ടുപേരും கொஞ்சம் அமைதியா இருக்கீங்க. നീ ഒന്നും ഉണ്ടായിരുന്നേ? ஐயோ நான் பேசாம இருக்கேன். ஆனா நான் ஒரு விஷயம் சொல்லட்டா? അപ്പൊ சொல்லு. அம்மா நம்ம வேற யார் விஷயத்திலையும் தலை போடாதீங்க. நம்ம வேலையை நம்ம பார்த்துட்டு போலாம், அதுதான் நல்லது. ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. അവരവരുടെ കാര്യം നോക്കി തന്നെയായിരിക്കുന്നത്. അയ്യോ, ആരുടെ കാര്യത്തിൽ ഇടപെടാത്ത ഒരാള്. ഗൗരി നീ ചുമ്മാ. എന്ത് ഞാൻ വന്നപ്പോ എല്ലാരും മിണ്ടാട്ടമൊക്കെ നിർത്തിയേ? ഓ, മിണ്ടത്തില്ലായിരിക്കുമല്ലോ അല്ലെ? ഇതിപ്പോ ഒരു സമരത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ അടുക്കളയില്. ഇനിയിപ്പൊ എന്റെ സഹായത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. അമ്മായി വരുന്നില്ലേ? ആ, നീ ചെല്ല്, ഞാൻ വരാം. എന്നാ ശരി. അമ്മ, കിച്ചണിൽ നിങ്ങൾ മൂന്നുപേരുണ്ടല്ലോ, നിങ്ങളെ സഹായിക്കാൻ സിദ്ധു ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടാ? പോകുന്നതൊക്കെ കൊള്ളാം. ഇവിടെ നമ്മൾ ലച്ചുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് വിളമ്പാൻ നിക്കല്ലേ. എന്റെ പൊന്നമ്മ, ഞാൻ ഇതൊന്നും പറയാൻ പോണില്ല. ഇനി കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ ഇരുന്ന എന്റെ വായിന്ന് എന്തെങ്കിലും വീഴും. എന്നിട്ട് എന്തെങ്കിലും വലിയ അടിയായി കഴിഞ്ഞാൽ പറയും ലച്ചുവിനെ പറ്റി ഗൗരി ഇതൊക്കെ പറഞ്ഞു. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ, ഞാൻ പോട്ടെ. கௌரிக்கு லெச்சுனா ரொம்ப உசுறு, அதனால எஸ்கேப் ஆயிட்டா. അവരടയും ചക്കരയല്ലയോ. ഉമ്മ, ചിലപ്പോഴേ ലച്ചൂസ് അവിടെ തന്നെ നിൽപ്പുണ്ടാവും. നമ്മൾ ഇവിടെ എന്താ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി. അവൾ ആരാ മോള്? അതെ അതെ. അവക്ക് ഏത് കാര്യത്തിനും എപ്പോഴും ജയിക്കണം എന്നൊരു ഒറ്റ മൈൻഡേ ഉള്ളൂ. അത് തന്നെ ഉള്ളൂ. അതിനിയിപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അവിടെ കാര്യമാണെങ്കിൽ പോലും അവൾ ആരുടെ മുമ്പില് ഒന്ന് തലകുനിക്കത്തില്ല. പ്രത്യക്ഷത്തില് നല്ല അഹങ്കാരമുണ്ട്, നല്ല അഹങ്കാരം. சித்து, சில டைம்ல எனக்கு அவளை பார்த்தா அப்படியே நடுங்கும். നടുങ്ങുന്ന പേടിക്കുന്നാണോ ഉദ്ദേശിച്ചേ? ആന്റി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പേടിക്കുമ്പോഴാണ് അവളെ തലേ കയറി ഇരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടാ. അതെ, അവക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, പക്ഷെ എന്നാ സ്നേഹമുണ്ട്. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഒരു ദിവസം പടവലത്ത് വന്നു, +2 പഠിക്കുമ്പോഴാ. 2 ദിവസം നിൽക്കാൻ വേണ്ടി അവിടെ വന്നതാ. വന്ന് അവൾ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചു. എനിക്കെന്റെ ദേഷ്യം വന്ന് ഞാൻ ഒരെണ്ണം വെച്ചു കൊടുത്തു. എന്റെ ദൈവമേ, എവളെ ആ ബാഗ് കൊടുത്തിട്ട് ഒറ്റ പോക്ക് അവളിങ്ങി പോരുന്നു. പറമ്പിൽ നിന്ന് അപ്പൂപ്പനെ പിന്നെ ഞാൻ വിളിച്ചു വരുത്തി. അപ്പൊ എന്തുവാ, അവള് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കുന്നു. പിന്നെ അവിടുന്ന് പിടിച്ചു വലിച്ചോണ്ട് വന്നത്. അത്ര വാശി അവക്ക്. എന്റെ അമ്മൂമ്മ ഇതേപോലൊരു അനുഭവം കുഴിപ്പളത്തുണ്ടായിട്ടുണ്ട്. അമ്മ ഏതാണ്ട് പറഞ്ഞിട്ട് ഇവള് മുറി കയറി ഡോർ അടച്ചു. എന്നിട്ട് അവിടെ കിടന്ന് വിഷയം എന്ന് പറഞ്ഞ മുട്ടം വിഷയം. ഞാൻ അവിടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി അവളെ. അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വാശി കൊണ്ട് പിടിച്ചെന്ന്. ചില സമയത്ത് സഹിക്കാനേ പറ്റത്തില്ല. എന്തോ ചെയ്യും, ഇങ്ങനായ എന്തോ ചെയ്യും നമ്മള്. கோவத்துல நம்ம ஏதாவது ஒண்ணு சொன்னா, கேசுட்ட நம்ம கோவத்துல ஏதாவது ஒண்ணு சொன்னா அவன் கேட்கவே மாட்டான். ஆனா പാസത്തിൽ അവൻകിட்ட ഏതാ சொன்னா അവൻ എല്ലാം കേപ്പാൻ. അത് തന്നെ. പാറുവിനോടാണെങ്കിലും ശിവയോടാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കാവുന്നേ. ചിലരോടൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മോനെ. നമ്മൾ ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മനഃപൂർവ്വമാണ്. അത് ഉറപ്പല്ലേ? நான் ஏதாவது அவளை பத்தி சொல்ல வாய் எடுத்து நான் கரெக்டா முன்னாடி வந்து நிப்பா. என்ன பேசாம இருந்தா போதும், அது என் மூளைக்கு ஏக்கவே ஏக்காது.
പാട്ട് കേൾക്കുക. എവിടെ പോണു? സിദ്ധു, എന്താ അമ്മായി? ലച്ചു ഇവിടെ? അവളത് ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉം. എന്റെ അടുത്ത് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ഞാനും ഇതുവരെ വലുതായിട്ടൊന്നും സംസാരിച്ചില്ല. ചിലപ്പോ സംസാരിച്ച ഞാനും ലച്ചുവും തമ്മിൽ ചെറിയ വഴക്കാവും. സിദ്ധുവനെ മീൻ കറി വെച്ചിട്ടുണ്ട്, ഇനി പൊരിക്കണോ? വേണ്ട അമ്മ, അത് തന്നെ മതി. എന്നാ പിന്നെ നമുക്ക് കഴിച്ചാലോ? കഴിക്കാം അല്ലേ? കഴിക്കാം. എവിടെ പോയി ഭാര്യ? പുറത്തേക്ക് ഇറങ്ങി പോയി. അങ്ങനെ ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവള് പോവത്തില്ല. നമ്മൾ വല്ലതും പറയുന്നുണ്ടോന്നറിയാൻ ഇവിടൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനി അവളൊന്നും കേട്ടില്ലെങ്കിലും എന്റെ അടുത്ത് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും അവളെ പറ്റി പറഞ്ഞോന്ന്. அப்பாசாமி நான் வாயே திறக்க மாட்டேன். நான் வாயை திறந்தா அப்படியே வந்து நிப்பாவா. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് അവരവരെ കാര്യം അങ്ങ് നോക്കാം. അതാകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. എന്റെ അമ്മായി, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാറി നിന്ന് കഴിഞ്ഞാലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന ടീമാണ് ലച്ചു. എന്തോന്ന് ആക്രമണം? അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം കൊടുക്കണം. അമ്മ പിന്നല്ലാതെ. என்னம்மா இது? அடிக்கிறதெல்லாம் ரொம்ப தப்பு. திட்டி விட்டா போதும். വിട്ടാ മതി. എന്നാ നമുക്ക് പോയി ചോറ് വിളമ്പാം. ആ എന്താ ലച്ചു മോളെ ഇങ്ങനെ നോക്കണേ? നീ ആരുടെ ധൈര്യത്തിലേക്ക് കിടന്ന് ഞെളിയണത്? ഞാനേ ആരുടെയും ധൈര്യത്തിലല്ല ഇവിടെ കിടന്ന് ഞെളിയുന്നത്. ഞാൻ എന്തും നേരിടുന്നത് ഒറ്റയ്ക്കാ. ഓഹോ, അപ്പൊ നീയാണല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ? അതെ, ഞാനും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. എന്തേ? അടുക്കളയിലും പിന്നാമ്പുറത്ത് എന്നെ പറ്റി എന്തായിരുന്നു സംസാരം? ഇനി നിന്നെ പറ്റി സംസാരിക്കുക നീ ആരുവാ? ഒന്ന് പോയാടി അവിടുന്ന്. അപ്പൊ നിങ്ങൾ എന്നെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ഇടി, നിന്നെ പറ്റി ഇവിടെ എന്തോരം സംസാരിക്കാനാ? ശരിയാ, എന്നെ പറ്റി എന്ത് എന്ത് സംസാരിക്കാനാ? സംസാരിക്കാൻ? അയ്യേ, കഷ്ടം. അതെ, ഭയങ്കര കഷ്ടാ. കഷ്ടമാ. അതെ 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 അതെ. എവിടെ പോയി ഭാര്യ? പുറത്തേക്ക് ഇറങ്ങി പോയി. അങ്ങനെ ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവള് പോവത്തില്ല. നമ്മൾ വല്ലതും പറയുന്നുണ്ടോന്നറിയാൻ ഇവിടൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനി അവളൊന്നും കേട്ടില്ലെങ്കിലും എന്റെ അടുത്ത് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും അവളെ പറ്റി പറഞ്ഞോന്ന്. அப்பாசாமி நான் வாயே திறக்க மாட்டேன். நான் வாயை திறந்தா அப்படியே வந்து நிப்பாவா. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് അവരവരെ കാര്യം അങ്ങ് നോക്കാം. അതാകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. ഇത് അവര് തമ്മിൽ സംസാരിച്ചതല്ലേ? അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നീ സംസാരിക്കുന്നത് കൊണ്ട് അമ്മ കേൾക്കണോ? പിന്നല്ലാതെ. എന്റെ അമ്മൂമ്മ ഇതേപോലൊരു അനുഭവം കുഴിപ്പളത്തുണ്ടായിട്ടുണ്ട്. അമ്മ ഏതാണ്ട് പറഞ്ഞിട്ട് ഇവള് മുറി കയറി ഡോർ അടച്ചു. എന്നിട്ട് അവിടെ കിടന്ന് വിഷയം എന്ന് പറഞ്ഞ മുട്ട വിഷയം. ഞാൻ അവിടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി അവളെ. അവൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വാശി കൊണ്ട് പിടിച്ചെന്നേ. ചില സമയത്ത് സഹിക്കാനേ പറ്റത്തില്ല. ലച്ചു, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നീ ഒരു തേങ്ങ പറയരുത്. എടാ, നിനക്ക് നാണുണ്ടോടാ? ഉണ്ട്, നല്ല നാണമുണ്ട്. ഒലക്ക. എടാ എടാ, എനിക്കിട്ടല്ല സത്യം പറയാൻ തന്നെ നാണക്കേടാണ്. അവര് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ എന്റെ 2-3 കാര്യങ്ങൾ പറഞ്ഞു പോയതാ. എടാ, ആരെങ്കിലും സ്വന്തം ഭാര്യനെ കുറ്റം പറയുമ്പോ നീ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് വേണ്ടി സംസാരിക്കാൻ നീ എന്താ ചെയ്തേ? നീ അവരുടെ കൂടെ ചേർന്ന് ഭാര്യനെ കുറ്റം പറയുന്നു. എന്റെ പൊന്നു ലച്ചു, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചേ. പക്ഷെ പറഞ്ഞു വന്നപ്പോ ചെറുതായിട്ട് കുറ്റം പോലെ ആയിപ്പോയത്. കുറ്റമല്ല, ഞാൻ കേട്ടത് ഈ പറഞ്ഞത് മൊത്തം. എന്താ 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 എന്റെ അമ്മ ഇവിടെ ഓരോന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുവാ. അത് കൂടുതൽ എണ്ണങ്ങളുണ്ടായിരുന്നല്ലോ, അവരവിടെ അടുക്കളയില. നീ നോക്കിക്കോ, എല്ലാത്തിനും ഇനി തരാം. നീ ഇവിടെ തന്നെ ഈ പോരുന്നു. അമ്മ ഈ പണി പാളി. നമ്മളറിയാതെ അവള് ഫോണിൽ എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിന്റെ എല്ലാ വോയിസ് ക്ലിപ്പും അതിനകത്തുണ്ട്. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടോ? അമ്മയുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടില്ല, പക്ഷെ കാണും. കാണൂല. ഞാൻ അധികം ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ അനാ, ചേട്ടനെ മുങ്ങിയതാ തോന്നണേ. കണ്ടുപിടിച്ചോളാം. ഇന്ന് എല്ലാത്തിനും കിട്ടും, നോക്കിക്കോ.
അമ്മൂമ്മ കരകാന്റി അമ്മൂമ്മ കരകാന്റി എവിടെയോ ഒളിച്ചു നിക്കാണ്. അമ്മൂമ്മ കരകാന്റി നിങ്ങൾ ഒളിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. മര്യാദക്ക് പുറത്തേക്ക് വന്നോ. ഞാനായിട്ട് എങ്ങാനും കണ്ടുപിടിച്ച് അറിയാലോ നിങ്ങളുടെ വിധിയായിരിക്കും. ഓഹോ അത് ശരി, ഒളിച്ചിരിക്കട്ടെ, കണ്ടുപിടിക്കാം. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. அம்மா அப்படின்னா நம்ம மதுரைக்கு போலாமா? അത് വേണ്ട, നമുക്ക് അങ്ങ് പടവലത്ത് പോവാം. அப்பா அங்க வருவாளோ? അങ്ങ് വന്നാലേ നമ്മൾ ഫ്രണ്ട് അങ്ങ് പൂട്ടും. എന്നിട്ട് നമുക്ക് അകത്തിരിക്കാം. വന്ന് നോക്കുമ്പോഴേ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയെന്ന് വിചാരിച്ചോളൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി നമ്മുടെ ബാഗ് ഇങ്ങ് എടുത്തോണ്ട് വാ. அது வேணாம், நான் இங்கே நிப்பேன். நீங்க போய் வேணா பேக் எடுத்துட்டு வாங்க. പിന്നെ ശരി, பார்த்து போங்க. മാറങ്ങോട്ട്. மெதுவா மெதுவா. அம்மா நீங்க எப்படி பேக் எடுத்தீங்க? അവൾ ഇപ്പുറത്തൂടെ വന്നപ്പോ ഞാൻ അപ്പുറത്തൂടെ പോയി. അവൾ അപ്പുറത്തൂടെ വന്നപ്പോ ഞാൻ ഇപ്പുറത്തൂടെ ചാടി ബാഗ് എടുത്തോണ്ട് വെളിയിൽ ഇറങ്ങി. എന്നിട്ട് നമ്മളെ തിരക്കി മധുരം ഒക്കെ ചാടി അകത്ത് കടന്നിട്ടുണ്ട്. ஐயோ എങ്ങോട്ടാ രണ്ടുപേരും? കാശിക്കോ? കാശിക്ക് പോണം, ഇപ്പഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ്. അപ്പൊ ഇപ്പൊ എങ്ങോട്ടാ? நாங்க கடையில போறோம் பொருள் எல்லாம் வாங்குறதுக்கு. ഈ ബാഗും കൊണ്ടോ? എനിക്കറിയായിരുന്നു രണ്ടുപേരും പടവലത്തേക്ക് മുങ്ങാൻ നോക്കൂലായിരുന്നോ? പടവലത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര്, ഉമേഷ് ചേട്ടനോ? പണിക്കാര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പണിക്കാര് തൽക്കാലം അവിടെ നിക്കട്ടെ, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക്. അല്ല, അവിടെ പോയിട്ട് അവിടെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. നമുക്ക് വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ പോരെ? മതിയോ? ഓ ധാരാളം. നടക്ക് നടക്ക്. മക്കളെ, അമ്മൂമ്മ പിച്ചോ മാന്തി ഒന്നും ചെയ്യല്ലേ. വേണ്ട, അമ്മൂമ്മയുടെ കയ്യുടെ മുട്ട് വയ്യ, കാലിന്റെ മുട്ട് വയ്യ, ഒന്നും വയ്യ. പിന്നെ അമ്മൂമ്മയുടെ നാവ് മോക്കറിയാവല്ലോ, അറിയാതെ കുറ്റം പറഞ്ഞു പോന്നതാ. പ്രായത്തിന് മൂത്തവരൊന്നും ചെയ്യാൻ പാടില്ലെന്നാണല്ലോ, പ്രത്യേകിച്ച് അമ്മൂമ്മേനെ. അമ്മൂമ്മേനെ ഞാൻ ഒന്നും ചെയ്യില്ല. 2 ദിവസം ഞാൻ മുറി പൂട്ടിടും. എന്തെങ്കേ അമ്മമ്മ കയ്യോടെ തൂക്കിയല്ലേ? സമയം ശരിയല്ലെന്ന് തോന്നുന്നു. லெச்சு நான் ஒன்னும் செய்யல லெச்சு. അതെ, ആന്റി ഒന്നും ചൊല്ലിയില്ല. ആന്റി എന്താ പറഞ്ഞേ? ലച്ചുവിനെ തല്ലണ്ട, വിരട്ടിയാ മതി. അതിനിടയ്ക്ക് അമ്മുമ്മ. ആരെ കൊണ്ട് അമ്മൂമ്മയ്ക്ക് എന്നെ തല്ലിക്കണ്ടേ? സിദ്ധുവിനെ കൊണ്ടാണോ അത് അമ്മൂമ്മയ്ക്ക് തന്നെ എന്നെ തല്ലണോ? അയ്യോ അയ്യോ, അമ്മൂമ്മ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. തെളിവ് കേൾപ്പിച്ച തന്നെ എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പിന്നെ അമ്മായി ഞാൻ ഒന്നും പറഞ്ഞില്ല. അതെ, ഒന്നും പറഞ്ഞില്ല. സ്റ്റാച്ചു പോലെ ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ട് നിന്ന് അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. എന്റെ കെട്ടിയവൻ വരെ എന്നെ കുറ്റം പറഞ്ഞു, ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. പിന്നെയാണ് എന്റെ അമ്മായി. കൊള്ളാം. നടക്ക് നടക്ക് നടക്ക്, എല്ലാം നടക്ക്. ഒരു നിമിഷം കിട്ടി കഴിഞ്ഞ അപ്പ എന്നെ കുറ്റം പറഞ്ഞു. നടക്ക്.
തരാം എല്ലാത്തിനും ഞാൻ ഇത്. എന്നെ അടിക്കാത്തിനാ എല്ലാത്തിനും കിട്ടും.